മഴക്കാലമായാൽ കേരളം പനിച്ചു വിറയ്ക്കുന്നു. എല്ലാ വർഷവും നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. എന്തെല്ലാമാണ് മഴക്കാല രോഗങ്ങൾ? ഇത്തവണ 2024 ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിച്ചത്, പനി ബാധിക്കാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H1N1 എന്ന് പറയുന്ന ഫ്ലൂ അഥവാ ഇൻഫ്ലുവൻസ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വൈറസിന്റെ അണുബാധയാണ്. ഈ വൈറസ് എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്നതിലൂടെയും ചുമയ്ക്കുന്നതിലൂടെയും തുമ്മുന്നതിലൂടെയും മനുഷ്യരിൽ നിന്ന് മറ്റു മനുഷ്യരിലോട്ട് പകരാൻ സാധ്യതയുള്ള ഒരു വൈറസാണ്, നമ്മുടെ കോവിഡ് പോലൊക്കെ തന്നെ. അപ്പോൾ ഈ വൈറസ് അണുബാധ എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ ആർക്ക് വേണമെങ്കിലും ബാധിക്കാവുന്നതാണ്. ഒരു 80 മുതൽ 90% ആളുകൾക്കും കാര്യമായ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ ഒരു ജലദോഷപ്പനിയോ തലവേദനയോ തൊണ്ടവേദനയോ ശരീരവേദനയോ ആയി സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള അസുഖമാണ് ഫ്ലൂ. എന്നിരുന്നാലും ചില ആളുകൾക്ക് വളരെയധികം തീവ്രമായിട്ടുള്ള രീതിയിലുള്ള ന്യൂമോണിയയും ARDS പോലെയുള്ള അസുഖങ്ങളും വെന്റിലേറ്റർ പോലെയുള്ള സഹായത്തിലോട്ട് പോകേണ്ടുന്ന തരത്തിലുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാകാറുണ്ട്. എങ്ങനെയാണ് ഫ്ലൂ നമുക്ക് പ്രതിരോധിക്കുക? സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്കിംഗ്, വർഷാവർഷം മഴക്കാലം എത്തുന്നതിന് മുൻപുള്ള ഇൻഫ്ലുവൻസ വാക്സിനേഷൻ എന്നിവ മുഖാന്തരമാണ് സാധാരണയായി ഇൻഫ്ലുവൻസ രോഗത്തിനെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കുക. 6 മാസത്തിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇൻഫ്ലുവൻസ വാക്സിനേഷൻ സ്വീകരിക്കാവുന്നതാണ്. ഈവൻ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡികൾക്ക് പോലും ഇൻഫ്ലുവൻസ വാക്സിൻ സ്വീകരിക്കാവുന്നതാണ്.